ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം കാണിക്കുന്ന ഒരു സംഭവം അടുത്ത ദിവസം ഒരു വലിയ ഫൈറ്റ് ആവാൻ തന്നെ സാധ്യതയുണ്ട് കേട്ടോ. എന്താണെന്ന് പറയാം. ഇന്ന് പകൽ സമയത്ത് ആ ഒരു കിച്ചണില് ഷോ നടത്തിയല്ലോ. നെവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഷോ ആയിരുന്നു അത്. ആ റോപ്പിന്റെ മേളിൽ കയറി കടന്നുള്ള നെവിന്റെ ആ ഒരു ഷോ, അത് കാരണം പാത്രം കഴുകൽ ഡ്യൂട്ടി മുടങ്ങിയിരുന്നു. നെവിനായിരുന്നു പാത്രം കഴുകേണ്ടിയിരുന്നത്, പക്ഷെ അത് മുടങ്ങിയിരുന്നു. ആ ഒരു ഷോ ഓഫ് പ്രഹസനം കാരണം അത് മുടങ്ങിയിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റി? ഇവരുടെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞ് സാബുമാനൊക്കെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞിട്ട് രാത്രി അനീഷിന്റെ അടുത്ത് നെവിൻ പറയുന്നുണ്ട്, ഒന്ന് രണ്ട് പാത്രങ്ങൾ, വലിയ പാത്രങ്ങളാണ്, കഴുകി വെച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഒന്ന് രണ്ടെണ്ണമുള്ള അനീഷേട്ടൻ കഴുകി വെക്കൂ എന്ന് പറഞ്ഞിട്ട് അനീഷിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അനീഷ് അത് പോയി കഴുകി വെക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു പ്ലേറ്റ് കിടപ്പുണ്ട്. അത് സംഭവം നെവിന്റെ പ്ലേറ്റ് ആണ്, പക്ഷെ നെവിന്റെ പ്ലേറ്റ് അല്ല എന്ന് നെവിൻ അനീഷിന്റെ അടുത്ത് പറഞ്ഞു. കള്ളത്തരം പറയുന്നത് അനീഷിനെ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ മുഖത്ത് നോക്കിയാണ് നെവിൻ കള്ളം പറഞ്ഞത്. അനുമോൾ അപ്പോഴും ഒരു ഡൗട്ട് നിൽക്കുകയാണ്. നെവിന്റെ തന്നെയാണെന്നാണ് അനുമോൾ ഓർത്തോണ്ടിരിക്കുന്നത്. നെവിന്റെ തന്നെയാണ് എന്നാണ് അനുമോളുടെ വാദം. അപ്പോൾ അനീഷ് പറയുന്നത് അത് നെവിന്റെ അല്ലെന്ന് നെവിൻ ഓൾറെഡി പറഞ്ഞല്ലോ. അത് നെവിന്റെ ആയിരിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് അനീഷ് പറയുന്നുണ്ട്. അനുമോൾ പിന്നെ എല്ലാവരോടും പോയി ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഇത് ആരുടെയാണ് പാത്രം എന്ന് ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും കഴുകി വെച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നെവിന്റെ ആണെന്ന് അനുമോൾക്ക് ഉറപ്പായി. അപ്പോൾ നെവിന്റെ ആണെന്ന് പറയുന്നുണ്ട് അനീഷിന്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് തന്നെ കാണിക്കുന്നത് രാത്രി ലക്ഷ്മിയും നെവിനും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ്. അതില് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നീ എന്താണ് പിന്നെ നിന്റെ പാത്രം കഴുകി വെക്കാതിരുന്നത് എന്ന്. അപ്പോൾ നെവിൻ പറയുന്നു, ആ ഒരു കട്ടൻ ചായയിലേക്ക് എന്റെ ഫോക്കസ് ഡൈവേർട്ടായി പോയതുകൊണ്ട് ഞാൻ കഴുകി വെക്കാനായിട്ട് വിട്ടുപോയതാണെന്ന് പറഞ്ഞു, മറന്നു പോയതാണെന്നുള്ള രീതിയിൽ നെവിൻ പറയുന്നുണ്ട്. കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അനുമോൾ ഇപ്പൊ എന്നെ കയറി പിടിച്ചിരിക്കുകയാണ്, അവള് ഭയങ്കര ഓവറാണ് എന്നും അനുമോളെ പറ്റി നെവിൻ പറയുന്നുണ്ട്. ഇത് നാളെയോ മറ്റോ നല്ലൊരു ഫൈറ്റ് ആവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന്റെ മുഖത്ത് നോക്കിയാണ് നെവിൻ കള്ളം പറഞ്ഞത്. അനീഷ് അത് സഹിക്കത്തില്ല, അത് അനീഷ് വിശ്വസിച്ചിരിക്കുകയാണ് ഇപ്പോഴും. അത് ഉറപ്പായിട്ടും അനീഷ് ചോദ്യം ചെയ്യും. പിന്നെ അനുമോളും ഇത് ചോദ്യം ചെയ്ത് ഒരു വഴക്കുണ്ടാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.